ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ആളുകളാണ് വന്നിട്ട് ഗഡ്കരിയും മോദിയും തെറി വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാക്ഷൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ പ്രതികരിച്ച നേതാക്കളൊക്കെ ഉണ്ട് കേട്ടോ കോൺഗ്രസ്. ഇപ്പോൾ ജയറാം രമേശ്, പവൻ ഖേഡ, ഇവരൊക്കെ, പ്രിയങ്ക് ഖാർഗെ, ഇവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽജി മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധി ഈ വിഷയം ഏറ്റെടുക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി മിണ്ടുന്നില്ല. അതൊരു ദുരൂഹമാണ്. അപ്പോൾ നിതിൻ ഗഡ്കരിയുടെ വീട്ടിലേക്ക് അവിടുത്തെ മഹാരാഷ്ട്ര യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു ഈ വിഷയത്തിൽ. പക്ഷേ മഹാരാഷ്ട്രയിൽ നിന്നൊരു പ്രൊട്ടസ്റ്റ് ഉയർന്നു വരുന്നില്ല, യു പിയിൽ നിന്ന് വരുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയമായ സമാജ്വാദി പാർട്ടി അതേക്കുറിച്ച് കാര്യമായിട്ട് മിണ്ടുന്നില്ല. ഇത് വളരെ ദുരൂഹമാണ്. പക്ഷേ യു പിയിലും ബീഹാറിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമെല്ലാം ഗ്രാമങ്ങളിൽ ഇതിനെതിരായിട്ടുള്ള രോഷം പുകയുകയാണ്. കാരണം ബൈക്കിന് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടുന്നില്ല, ബൈക്ക് അടക്കി വെച്ച് നിന്നു. ബൈക്കിനാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കാറിനേക്കാൾ. കാരണം അതിൻ്റെ എന്താ പറയുക, ഇഞ്ചക്ഷൻ പ്രശ്നം വരുന്നത്, ഇടയ്ക്ക് മിസ്സിങ് വരുന്നത്, വണ്ടി നിന്നു എന്നൊക്കെ ഇരുചക്ര വാഹനങ്ങൾക്കാണ്. ഇത് സാധാരണ ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടും അത് പൊളിറ്റിക്കലി മൊബിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനിപ്പോൾ ശ്രമിക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ്. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തി. അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച മറ്റോ ഒരു യോഗം വിളിക്കുകയും ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു G20 പ്രതീക്ഷിക്കാൻ. പിന്നീട് ഓൺലൈനിൽ പരാതികൾ സ്വീകരിക്കുകയും ആ പരാതികൾ ചുമന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതിന് ശ്രമിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കാൻ കാരണം തന്നെ ഇതാണ് BJPയുടെ വാട്ടർലൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നതുകൊണ്ടാണ്. പക്ഷേ അത് കോൺഗ്രസിന് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട്, എത്രമാത്രം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അത് ദുരൂഹവുമാണ്. എന്തുകൊണ്ടാണ് മൗനം? കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു BJPയുടെ ഒരു വാട്ടർ ഷെഡിങ് മൊമെൻ്റാണ് E20 എന്ന് അരവിന്ദ് കെജ്രിവാളിന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ പരതുന്ന നമുക്കൊക്കെ മനസ്സിലാവും, BJPയെ സംബന്ധിച്ച് രാമക്ഷേത്രത്തേക്കാൾ, നീറ്റ് പരീക്ഷാ ചോർച്ചയേക്കാൾ അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, UP തെരഞ്ഞെടുപ്പിലായാലും അടുത്ത തെരഞ്ഞെടുപ്പിലായാലും ഏറ്റവും കൂടുതൽ ജനരോഷം നേരിടാൻ പോകുന്നത് ഈ പറയുന്ന E20യിലാണ്. പക്ഷെ അത് എന്തുകൊണ്ട് പൊളിറ്റിക്കലി മൊബിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു അത്ഭുതം എനിക്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇന്നലെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ വിജയം, മധ്യപ്രദേശിൽ ദാത്തിയ സീറ്റിൽ കോൺഗ്രസ് നേടിയത്. അപ്പോൾ അതേക്കുറിച്ച് ഇന്ന് അഖിലേഷ് യാദവ് പറയുന്നൊരു കാര്യമുണ്ട്. അഖിലേഷ് യാദവ് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് BJP തോറ്റതാണെന്ന്? BJP അത് തോറ്റതല്ല. പ്രത്യേകിച്ചും പ്രശാന്ത് കിഷോറിൻ്റെ വിജയം പോലും അദ്ദേഹം ഒരു തോൽവിയായിട്ടല്ല പറയുന്നത്. അത് BJP ടെസ്റ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. ടെസ്റ്റിംഗ് ദ വാട്ടർ എന്ന് പറയുന്ന പോലെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്, ജനരോഷം എങ്ങനെയുണ്ടെന്നുള്ളത് അവർ നോക്കിയതാണ്. അദ്ദേഹം പറയുന്നത്, UP കഴിഞ്ഞ യോഗി സർക്കാരിന് ശേഷം എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു? നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബങ്കിപ്പൂരിൽ നിങ്ങളൊരു പോലീസുകാരനെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ രാംപൂർ ബൈ ഇലക്ഷനിൽ പോലീസ് ബന്ദോബസ്തിലാണ് ഇലക്ഷൻ നടന്നത്. വോട്ടർമാർ പോകുമ്പോൾ എല്ലാവരും ID മേടിച്ച് തിരിച്ചയക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. നിങ്ങൾ ഒരു പോലീസുകാരൻ നിങ്ങൾ ബങ്കിപ്പൂരിൽ കണ്ടോ? എവിടെയെങ്കിലും പോലീസ് സ്ഥാനങ്ങൾ കണ്ടോ? വോട്ടർമാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടോ? അവർ ID കാർഡ് ചോദിക്കുന്നത് കണ്ടോ? ഒന്നും കണ്ടില്ലല്ലോ. അവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാൻ BJP അനുവദിക്കുകയായിരുന്നു. അതവർ ടെസ്റ്റ് ചെയ്തതാണ്. അവർക്കത് മനസ്സിലായിട്ടുണ്ട്. എന്താണ് UP ചിന്തിക്കുന്നതെന്ന് ബങ്കിപ്പൂരിൽ നിന്ന് അവർക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കാനുള്ള കാരണം 30-32 വർഷമായിട്ട് തുടർച്ചയായി BJP ജയിച്ചു വരുന്നൊരു മണ്ഡലമാണത്. നിതിൻ നബീൻ്റെ മണ്ഡലം, BJP ദേശീയ അധ്യക്ഷൻ്റെ മണ്ഡലം, 70% വോട്ട് നേടി BJP ജയിക്കുന്ന മണ്ഡലം. ചുമ്മാ ജയിക്കുകയല്ല, 70% വോട്ടാണ് നേടുക. 70% ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തുമാത്രം വലിയ പിന്തുണയായിരിക്കും ആ പാർട്ടി ഉണ്ടാവുക. അവിടെ പ്രശാന്ത് കിഷോർ ജയിക്കണമെങ്കിൽ ഒന്നാലോചിച്ച് നോക്കുക. അതായത് ആരെ വോട്ട് ചെയ്യുന്നതാണ് അത്? BJPക്ക് നിരന്തരം വോട്ട് ചെയ്യുന്ന 70%-ലധികം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ അവർ മാറ്റി ചിന്തിക്കുന്നത് എങ്ങോട്ടാണ്? RJDക്ക് വോട്ട് ചെയ്യണമെന്നല്ല, ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്നല്ല അവർ ചിന്തിക്കുന്നത്. വേണ്ട, ഇവർ BJPയെ തോപ്പിക്കണം എന്നാണ് അവർ തീരുമാനിച്ചത്. പ്രശാന്ത് കിഷോർ എങ്കിൽ പ്രശാന്ത് കിഷോർ. അപ്പോൾ അവരത് മനസ്സിലാക്കുന്നുണ്ട്. BJPക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്താണ് രാജ്യം ചിന്തിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്നിട്ടും കോൺഗ്രസ്സിന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നതാണ് ദുഃഖം.